Dear students, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 1 സിംഗിൾ എൻട്രി സിസ്റ്റം. നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ളത്. സോ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒക്കെ മെയിൻലി നമ്മുടെ മോഡേൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബേസ് ചെയ്തിട്ടുള്ളത് ഡബിൾ എൻട്രി സിസ്റ്റത്തിനെയാണ്. നമുക്കറിയാം ഡബിൾ എൻട്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്ട്സ്, ബോത്ത് ആസ്പെക്ട്സ് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ്. അതായത് ഒരു ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ടായിരിക്കും, ഡെബിറ്റും ക്രെഡിറ്റും. ഈ രണ്ട് ആസ്പെക്റ്റും, ഡെബിറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസിനെയാണ് അല്ലെങ്കിൽ അത്തരം റെക്കോർഡിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം, ആ ഒരു മെത്തേഡിനെ. സോ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ എല്ലാ പേഴ്സണൽ അക്കൗണ്ടുകളും എല്ലാ റിയൽ അക്കൗണ്ടുകളും എല്ലാ നോമിനൽ അക്കൗണ്ട്സും എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മെത്തേഡിന് കൂടുതൽ സമയം വേണം, കൂടുതൽ എഫേർട്ട് വേണം, ദെൻ കൂടുതൽ മണി അല്ലെങ്കിൽ കോസ്റ്റ് വേണം. അതാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ചെറിയ സ്ഥാപനങ്ങൾ, നമുക്കറിയാം നമ്മുടെ സറൗണ്ട്സിലൊക്കെയുള്ള നമ്മുടെ ചുറ്റുവട്ടമുള്ള ചെറിയ ചെറിയ കടകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ പാർട്ട്ണർഷിപ്പ് ഫേംസ് ഉണ്ടായിരിക്കും. അപ്പം അത്തരം ഫേംസിന് അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാന്നുള്ളത് ഡിഫിക്കൾട്ടാണ്. അവർ റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ട്സും ഡെബിറ്റും ക്രെഡിറ്റും ഇതെല്ലാം എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. സോ അത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ചെറിയ യൂണിറ്റുകൾ അവരൊരു ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും, അത്രയൊക്കെ ഉള്ളൂ. സോ ഇത്തരത്തിൽ മറ്റ് അക്കൗണ്ടുകളൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഒരു പേഴ്സണൽ അക്കൗണ്ടോ ക്യാഷ് ബുക്കിലോ മാത്രം ട്രാൻസാക്ഷൻസിനെ ഒതുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ അത്രേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്ട്സും ഡെബിറ്റും ക്രെഡിറ്റും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ട്സും എല്ലാം ഓപ്പൺ ചെയ്യപ്പെടുന്നില്ല. ചെറിയ സ്ഥാപനങ്ങൾ, ചെറിയ സോൾ പ്രൊപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ചെറിയ പാർട്ട്ണർഷിപ്പ് ഫേംസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യണത്. Then single entry system of accounting does not follow അല്ലെങ്കിൽ does not follow the strict rules of double entry principles. Double entry principlesന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല. ഡെറ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഒന്നും പർട്ടിക്കുലർ, അതായത് സെപ്പറേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണ്. സോ അതിൽ ആദ്യത്തെ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത് ക്യാഷ് ബുക്കുകളും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ഒറിജിനൽ വൗച്ചേഴ്സ്, അതായത് നമ്മുടെ ട്രാൻസാക്ഷനുമായി റിലേറ്റ് ചെയ്ത വൗച്ചേഴ്സ് ഉണ്ടാവില്ലേ, സോ ആ ഒറിജിനൽ വൗച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ എൻട്രീസ് ഒക്കെ എന്ത് ചെയ്യണത്, റെക്കോർഡ് ചെയ്യണത്, എൻ്റർ ചെയ്യണത് ഓരോ ട്രാൻസാക്ഷനും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് അവർ സ്ട്രിക്റ്റ് ആയിട്ട് അതിൻ്റെ റൂൾസോ റെഗുലേഷൻസോ ഒന്നും അവർ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ആവില്ല നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ ആവില്ല മറ്റൊരാൾ ചെയ്യുക. സോ ഓരോരുത്തരും ചെയ്യണത് 1 to 1 ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു യൂണിഫോമിറ്റി ഇല്ല. ഇപ്പം നമ്മൾ IFRSലൊക്കെ പറഞ്ഞു യൂണിഫോം ആണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ സിംഗിൾ എൻട്രി അങ്ങനെയല്ല, 1 to 1 അല്ലെങ്കിൽ ഫ്രം വൺ ഫോം ടു അനദർ, അതെന്താണ്, ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഫേംസിന്, സ്മോൾ ഫേംസ്, പാർട്ട്ണർഷിപ്പ് ഫേംസ് അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റേഴ്സ്, അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യണത്. വലിയ വലിയ കോർപ്പറേറ്റ് ഫേംസ് അല്ലെങ്കിൽ ബിഗ് ഫേംസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുന്നില്ല. ഇനി വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ആദ്യത്തെ മെറിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു സിമ്പിൾ മെത്തേഡാണ്, എളുപ്പമാണ് ഇത് ചെയ്യാൻ, ഇക്കണോമിക്കലാണ്. ദാറ്റ് മീൻസ് കോസ്റ്റ് കൂടുതലല്ല, എളുപ്പം, വലിയ മോണിറ്ററി ചെലവുകളൊന്നും മണി വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ചെറിയ എൻ്റർപ്രൈസസ് ആണ് അത് ഫോളോ ചെയ്യണത്. അതുപോലെ തന്നെ
ക്വിക്ക്ലി എളുപ്പം ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായിക്കുന്നുണ്ട്. സോ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പേഴ്സണൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഒറിജിനൽ വൗച്ചേഴ്സിനെ ബേസ് ചെയ്താണ് എൻട്രീസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണത്. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണില്ല. ഇത് യൂണിഫോം അല്ല, വൺ ഫോം ടു അനദർ ഡിഫറെൻ്റ് ആണ്. ചെറിയ ഫേംസ് ആണ് ഇത് ചെയ്യണത്. ഇത് കോസ്റ്റ് കൂടുതലല്ല, ഇക്കണോമിക്കൽ ആണ്, സിമ്പിൾ ആണ്. അതേപോലെ എളുപ്പം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, മെറിറ്റ്സ് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അരിത്തമെറ്റിക്കൽ അക്യുറസി കനോട്ട് ബി ചെക്ക്ഡ്. അതായത് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അത് കണ്ടെത്തുന്നത് എളുപ്പമല്ല. പിന്നെ നോമിനൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് ബുക്കും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്ഥാപനവുമായി റിലേറ്റ് ചെയ്ത എല്ലാ അസറ്റും ലയബിലിറ്റിയും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ലാഭമാണോ നഷ്ടമാണോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേപോലെ സ്ഥാപനത്തിന്റെ ട്രൂ പ്രോഫിറ്റ്, കൃത്യമായിട്ട് പ്രോഫിറ്റ് ഇത്രയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ കമ്പനീസിന് മാത്രമേ സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ, വലിയ വലിയ ബിഗ് ഫേംസിന് ഇത് സ്യൂട്ടബിൾ അല്ല. അതേപോലെ ഒരു സ്ഥാപനം ടാക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം തന്നെ ഫോളോ ചെയ്യണം. ഇൻകം ടാക്സ് അതോറിറ്റീസിനൊന്നും എന്ത് അക്സെപ്റ്റബിൾ അല്ല, ഈ സിംഗിൾ എൻട്രി സിസ്റ്റം അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റില്ല. നോമിനൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അസറ്റ് ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുന്നില്ല, ഫിനാൻഷ്യൽ പൊസിഷനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റോ മനസ്സിലാക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതേപോലെ ചെറിയ കമ്പനികൾക്ക് മാത്രമേ സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. ടാക്സ് അതോറിറ്റീസ് ഒന്നും ഈ ഒരു മെത്തേഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത്രയാണ് അതിന്റെ ലിമിറ്റേഷൻസ് പറയുന്നത്. ഇനി അടുത്തത് വന്നിട്ട് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം ഡബിൾ എൻട്രി സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, വ്യത്യാസങ്ങൾ എന്താണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൺലി വൺ സൈഡ് എൻട്രിയാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. ഡെബിറ്റും ക്രെഡിറ്റും ബോത്ത് ആസ്പെക്ട്സും റെക്കോർഡ് ചെയ്യുന്നില്ല. ഡബിൾ എൻട്രിയിൽ ബോത്ത് ആസ്പെക്ട്സ് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ആദ്യത്തെ ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് സിംഗിൾ എൻട്രി സിസ്റ്റം സിമ്പിൾ ആണ്, ഡബിൾ എൻട്രി സിസ്റ്റം എന്താണ്, കമ്പാരിറ്റീവ്ലി കോംപ്ലക്സ് ആണ്, ഡിഫിക്കൽട്ട് ആണ്. ഇനി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അതിന്റെ ടൈപ്പ് ഓഫ് റെക്കോർഡിംഗ് അല്ലെങ്കിൽ ബുക്സ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്. നമ്മൾ വൺ സൈഡ് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ചിലരെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. സോ സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻകംപ്ലീറ്റ് റെക്കോർഡിംഗ് ആണ്, ഡബിൾ എൻട്രി സിസ്റ്റം കംപ്ലീറ്റ് റെക്കോർഡിംഗ് ആണ്. ഇനി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഇറേഴ്സ് അല്ലെങ്കിൽ തെറ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളത് ഹാർഡാണ്, ബുദ്ധിമുട്ടാണ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് എളുപ്പം ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാം എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്നുള്ളത്. ദെൻ അതേപോലെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ഇത് മൂന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ സ്മോൾ എന്റർപ്രൈസസ് അല്ലെങ്കിൽ ചെറിയ സ്ഥാപനങ്ങളാണ് സിംഗിൾ എൻട്രി പ്രിഫർ ചെയ്യണത്. ബിഗ് എന്റർപ്രൈസസ് ഒക്കെ എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം ആണ് പ്രിഫർ ചെയ്യണത്. പിന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ പ്രിപ്പറേഷൻ ഡിഫിക്കൽട്ട് ആണ്, ഡബിൾ എൻട്രിയിൽ അത് ഈസിയാണ്. ദെൻ സിംഗിൾ എൻട്രി ടാക്സ് പർപ്പസസിന് ഉപയോഗിക്കാൻ പറ്റില്ല, ഡബിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ ഫോർ ടാക്സ് പർപ്പസ്. ദെൻ അതേപോലെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അത് അസർട്ടൈൻ ചെയ്യാൻ സിംഗിൾ എൻട്രിയിൽ അത് ഈസി അല്ല, ഡബിൾ എൻട്രിയിൽ അത് ഈസിയാണ്. അതേപോലെ സിംഗിൾ എൻട്രിയിൽ അരിത്തമെറ്റിക്കൽ അക്യുറസി കുറവാണ്, ഡബിൾ എൻട്രിയിൽ എന്താണ് കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അത് തരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി അതിന്റെ ഡിഫറൻസസ് പറയാണ്. സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഡബിൾ എൻട്രിയിൽ ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ സിംഗിൾ എൻട്രി സിമ്പിൾ ആണ്, ഡബിൾ എൻട്രി കോംപ്ലക്സ് ആണ്. സിംഗിൾ എൻട്രി ഇൻകംപ്ലീറ്റ് റെക്കോർഡിംഗ് ആണ്, ഡബിൾ എൻട്രിയിൽ മുഴുവൻ ഇൻഫർമേഷൻസും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ സിംഗിൾ എൻട്രിയിൽ ഇറേഴ്സ് തെറ്റുകൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ഹാർഡാണ്, ഡബിൾ എൻട്രിയിൽ അത് ഈസിയാണ്.
സിംഗിൾ എൻട്രിയിലെ പേഴ്സണൽ ആൻഡ് ക്യാഷ് അക്കൗണ്ട്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഡബിൾ എൻട്രിയിലെ പേഴ്സണൽ റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ സ്മോൾ എന്റർപ്രൈസസിന് പ്രിഫറബിൾ ആണ് സിംഗിൾ എൻട്രി. ബിഗ് എന്റർപ്രൈസസിന് ഡബിൾ എൻട്രി സിസ്റ്റം ആണ് പ്രിഫറബിൾ ആയിട്ടുള്ളത്. ദെൻ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആണ്. ഡബിൾ എൻട്രിയിൽ അത് ഈസി ആണ്. ദെൻ സിംഗിൾ എൻട്രി സിസ്റ്റം ടാക്സ് പർപ്പസസിന് ഉപയോഗിക്കുന്നില്ല, ഡബിൾ എൻട്രി ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഡിഫിക്കൽട്ട് ആണ്, ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ അത് ഈസി ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം അരിത്തമെറ്റിക്കൽ അക്യുറസി കൃത്യത എന്ന് പറയുന്നത് കുറവായിരിക്കും, ഡബിൾ എൻട്രിയിൽ അത് കൂടുതലായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള സിംഗിൾ എൻട്രി സിസ്റ്റം അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എന്താണ് സിംഗിൾ എൻട്രി അല്ലെങ്കിൽ എന്താണ് സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും തമ്മിലുള്ള ഡിഫറൻസസ്, രണ്ട് സിസ്റ്റം അല്ലെങ്കിൽ രണ്ട് മെത്തേഡ് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, അതിന്റെ പ്രത്യേകതകൾ ഫീച്ചേഴ്സ് എന്താണ്, മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, വീഡിയോ ക്ലാസ് കാണുക, നമ്മൾ തന്നിട്ടുള്ള നോട്ട്സുകൾ എഴുതിയെടുക്കാം. ഓക്കെ, താങ്ക് യു.